ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങളെ മനം മടുപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. കിടപ്പുമുറി നിർമ്മിക്കുന്നതിനെ കുറിച്ച് വാസ്തുശാസ്ത്രപരമായി പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, കിടപ്പിന്റെ രീതിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഉറങ്ങുമ്പോൾ പാദങ്ങൾ കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമാണെങ്കിൽ അഭിവൃദ്ധിയും സൽകീർത്തിയും ഉണ്ടാകും. പാദങ്ങൾ പടിഞ്ഞാറ് ദിശയിലേക്കാണെങ്കിൽ ആധ്യാത്മികമായുള്ള ഉന്നതിയും മനഃശാന്തിയും ഫലം. പാദങ്ങൾ വടക്ക് ദിക്കിലേക്ക് അഭിമുഖമാണെങ്കിൽ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാവുന്ന അത്തരം ഫലങ്ങൾ നൽകുമെന്നും വിദഗ്ധർ ഉപദേശിക്കുന്നു. അതേസമയം വടക്ക് ദിക്കിലേക്ക് തലവെച്ച് കിടക്കുന്നത് ഒരിക്കലും അനുവദിക്കാനാവില്ല എന്നും വിദഗ്ധർ പറയുന്നു. വിവാഹം കഴിക്കാത്തവരുടെ കിടപ്പുമുറി വീടിന്റെ തെക്കുകിഴക്ക് ഭാഗത്ത് നിർമ്മിക്കാം. അതിഥികൾക്കും ഈ ദിക്കിലുള്ള മുറികൾ നൽകാം. വിവാഹിതരായവർക്ക് തെക്കുഭാഗത്തും ഗൃഹനാഥനും പ്രായമായവർക്കും തെക്കു പടിഞ്ഞാറും കിടപ്പുമുറി നിർമ്മിക്കാം. ഇരുനില വീടാണെങ്കിൽ മുകൾ നിലയിലായിരിക്കണം ഗൃഹനാഥന്റെ ശയനമുറി. കിടപ്പുമുറിയിൽ ആവശ്യത്തിനുള്ള വായു സഞ്ചാരം ഉറപ്പാക്കണം. വാതിലുകളും ജനലുകളും കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്താകാം. ഡ്രസ്സിംഗ് ടേബിൾ വടക്ക് ഭാഗത്ത് വയ്ക്കാം. എന്നാൽ തെക്കു പടിഞ്ഞാറ് മൂല ഒരിക്കലും ഒഴിഞ്ഞുകിടക്കരുത്. അവിടെ വലിയ അലമാര പോലെയുള്ള ഭാരമുള്ള ഗൃഹോപകരണങ്ങൾ വയ്ക്കാവുന്നതാണ്.